ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ചെയ്ത ഒരു ഹോളിവുഡ് സിനിമയെക്കുറിച്ചാണ്. സിനിമയുടെ പേര് മങ്കി മാൻ എന്നാണ്. കണ്ടു പഴകിയ റിവഞ്ചുകൾ ആണെങ്കിൽ തന്നെയും മേക്കിംഗ് കൊണ്ട് വളരെ നല്ലൊരു മൂവിയാണ് മങ്കി മാൻ എന്ന് പറയുന്നത്. നല്ല കിടിലൻ ഫൈറ്റും ആക്ഷൻ രംഗങ്ങളും ഈ സിനിമയിലുണ്ട്. സിനിമയുടെ തുടക്കം നായകൻ്റെ കുട്ടിക്കാലം കാണിക്കുകയാണ്. അവൻ്റെ അമ്മ അവനോട് ഹനുമാനെക്കുറിച്ചുള്ള കഥകളും കാര്യങ്ങളുമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നായകൻ ഒരു ഫൈറ്റ് ക്ലബ്ബിൽ അംഗമാണ്. ആളുകൾ ബെറ്റ് വയ്ക്കുന്ന ഒരു ഫൈറ്റ് ക്ലബ്ബാണത്. നായകൻ അറിയപ്പെടുന്നത് മങ്കി മാൻ എന്നാണ്. മങ്കി മാനും കിങ് കോബ്രയുമായിട്ടുള്ളൊരു ഫൈറ്റാണ്. ഫൈറ്റിൽ കിങ് കോബ്ര മങ്കി മാനെ തോൽപ്പിക്കുന്നു. നിരാശനായി മങ്കി മാൻ അതിലൂടെ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഫൈറ്റ് ക്ലബ്ബ് നടത്തുന്ന ആൾ ആ റിങ്ങിലേക്ക് വരുന്നു. ആളുകൾ അവനെ ടൈഗർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അവൻ അവിടെ കൂടിയ ആളുകളോട് സംസാരിക്കുകയാണ്. ഇതൊരു പുണ്യസ്ഥലമാണ്. ഇവിടെ മറ്റു മതങ്ങളോ ജാതിയോ ഒന്നുമില്ല. ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് പണം ആണ് എന്ന് അവൻ പറയുന്നു. ഫൈറ്റ് കഴിഞ്ഞ് മങ്കി മാൻ പുറത്തേക്ക് വരുന്നു. അവൻ റെസ്റ്റ് റൂമിലേക്ക് വരുന്നു. പുറത്തൂടെ ആളുകൾ അവനെ തെറി വിളിച്ചുകൊണ്ട് പോവുകയാണ്. അവന് വേണ്ടി ബെറ്റ് വെച്ചവരാണ്. അപ്പോൾ മാനേജർ വന്ന് അവനെ കളിയാക്കുകയാണ്. മാനേജറോട് അവൻ ശമ്പളം ചോദിക്കുന്നു. മാനേജർ ശമ്പളം കൊടുക്കുന്നു. അവൻ എണ്ണി നോക്കുമ്പോൾ അത് കുറവാണ്. അത് ചോദിക്കാൻ വേണ്ടി മാനേജർ അടുത്തോട്ട് അവൻ ചെല്ലുന്നു. അപ്പോൾ ടൈഗർ അവനോട് പറയുകയാണ്, നീ ചെയ്ത വർക്കിൻ്റെ പൈസ തന്നിട്ടുണ്ട്. നിനക്ക് 50% കൂടി വേണമെങ്കിൽ നീ അതിനുള്ള ചോര കൂടി ഒഴുക്കണമെന്ന്. അവന് ആ കാശ് വേണം, അർജൻറ്റാണ് എന്ന് പറയുമ്പോൾ അവനെ ആ മാനേജർ കളിയാക്കി വിടുന്നു. അതിനുശേഷം നായകൻ ഒരു ബാറിലിരിക്കുമ്പോൾ അവിടുത്തെ ടി വിയിൽ ബാബാശക്തിയെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി കാണിക്കുകയാണ്. ബാബാശക്തി ഒരു ആത്മീയ ഗുരുവാണെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ അയാൾ ഇപ്പോൾ സോവറിൻ പാർട്ടിയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടക്കാനും ചാൻസ് ഉണ്ട് എന്നാണ് ആ ഡോക്യുമെൻ്ററിയിലൂടെ പറയുന്നത്. അയാളെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലക്കി എന്ന പയ്യൻ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ലക്കി എന്ന പയ്യൻ അവൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചിട്ട് അവൻ്റെ ഫോണിൽ ഒരു വീഡിയോ കാണിക്കുകയാണ്. ലക്കി അവനോട് പറയുകയാണ്, ഇതാണ് നീ അന്വേഷിച്ച ആൾ, കീനി കപൂർ, അതായത് രാജാക്കന്മാരുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത്. അവൾ എല്ലാ വെള്ളിയാഴ്ചയും കഫേ ഡി ഇറ്റാലിയയിൽ ചായ കുടിക്കാൻ വേണ്ടി വരും. നാളെയും വരും. നിനക്ക് എന്തെങ്കിലും പറ്റുമെങ്കിൽ ശ്രമിച്ചു നോക്കാൻ ലക്കി അവനോട് പറയുന്നു. അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ബാബാശക്തിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി അതിൽ കാണിക്കുന്നു. അടുത്ത സീനിൽ ലക്കി ഫോണിൽ കാണിച്ച കീനി കപൂറിൻ്റെ അടുത്തേക്ക് ഒരു വികലാംഗൻ കുറച്ചു പ്രതിമകൾ വിൽക്കാൻ വേണ്ടി വരുന്നു. അവൻ്റെ വണ്ടി തട്ടി അബദ്ധത്തിൽ അവളുടെ കോഫി മറിയുകയും ആ സമയം അവൻ അവളുടെ പേഴ്സ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. പിന്നീട് ആ വണ്ടിയിൽ അവൻ പറന്നു പോവുകയാണ് ചെയ്യുന്നത്. ആ പേഴ്സ് പിന്നീട് പല കൈകളിലൂടെ കൈമാറി നമ്മുടെ നായകൻ്റെ അടുത്തേക്ക് എത്തുന്നു. നായകൻ അതുകൊണ്ട് നഗരത്തിലെ ഒരു ഹോട്ടലിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവൻ ഒരു സ്റ്റാഫിനൊപ്പം കീനി കപൂറിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു. അവൾ ചോദിച്ചു, നിനക്ക് ഈ പേഴ്സ് എവിടെ നിന്ന് കിട്ടിയതാണെന്ന്. എനിക്കത് കഫേ ഡി ഇറ്റാലിയ അടുത്തുള്ള ജേവി റോഡിൽ കുറച്ചാളുകൾ വഴക്കിടുന്നത് കണ്ടു. അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നു. അപ്പോൾ അവൾ അവന് കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് പൊക്കോളാൻ പറയുന്നു. എനിക്ക് ക്യാഷ് ഒന്നുമല്ല വേണ്ടത്, എനിക്കിവിടെ ഒരു ജോലിയാണ് വേണ്ടതെന്ന് പറയുന്നു. ഇവിടെ ജോലിയൊന്നുമില്ല, നീ ഇതും കൊണ്ട് പോകാൻ പറയുന്നു. എനിക്ക് ജോലിയാണ് വേണ്ടതെന്ന് പറഞ്ഞു അവൻ അവൻ്റെ കൈ കാണിക്കുന്നു. ഇത് ബ്ലീച്ച് മൂലം സംഭവിച്ചതാണ്. ആരും ചെയ്യാത്ത ജോലി ചെയ്യാൻ വരെ ഞാൻ തയ്യാറാണ് എന്ന് അവൻ അവളോട് പറയുന്നു. അവന് അവൾ ജോലി കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ, ഇവിടെ നടക്കുന്നതൊന്നും പുറത്തറിയരുത്. അങ്ങനെ പുറത്തു പറയുകയാണെങ്കിൽ നിനക്ക് ശുഭകരമായ അവസാനമായിരിക്കില്ല എന്ന് പറയുന്നു. അവൻ അവിടെ ഭിത്തിയിൽ ഒരു ഫോട്ടോ കാണുന്നു. അപ്പോൾ പഴയ ചില ഓർമ്മകൾ അവൻ്റെ മനസ്സിലേക്ക് വരികയാണ്. റാണ സിംഗ് എന്ന ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ മുഖവും അയാളുടെ യൂണിഫോമും. രാത്രി അവൻ അവിടെ ഉറങ്ങാൻ കിടന്നപ്പോൾ അവൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നു. അവന് ആ റെസ്റ്റോറൻറ്റിൽ ക്ലീനിങ് ജോലിയാണ് കിട്ടിയത്. അവൻ പാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അൽഫോൺസ എന്നൊരാൾ വന്ന് പരിചയപ്പെടുന്നു. നിനക്ക് MDMA കൊക്കൈനുമൊക്കെ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ വന്നത് പാത്രം കഴുകാനാണെന്ന് പറഞ്ഞു ബോബി അവിടുന്ന് ഒഴിവാകാൻ ശ്രമിക്കുന്നു. അൽഫോൺസ അവിടുത്തെ ക്വാളിറ്റി കൺട്രോൾ ചെക്കിംഗ് വിഭാഗത്തിലെ ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നായകൻ പുറത്ത് നഗരത്തിലേക്ക് ഇറങ്ങി ഒരു തോക്ക് വിൽക്കുന്ന സ്ഥലത്തെത്തുന്നു. അവിടെ നിന്നും അവൻ ഒരു ചെറിയ റിവോൾവർ സെലക്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ കീനി കപൂറിന് നമ്മുടെ നായകൻ കോഫി ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അൽഫോൺസ ആ റൂമിലേക്ക് വരുന്നു. അവൾ അവനെ നല്ല പൂര തെറി വിളിക്കുകയാണ്. അവൾ അവനോട് ചൂടായിക്കൊണ്ട് പറയുകയാണ്, നീ നഗീബിൻ്റെ അടുത്ത് പോയി കുറച്ച് കാശ്മീരി സ്നോഫ്ലേക്സ് കൊണ്ടുവരണമെന്ന്. ഞാനും നഗീബുമായി അത്ര രസത്തിലല്ല എന്ന് അൽഫോൺസ പറയുന്നു. അവൾ എഴുന്നേറ്റ് ഭിത്തിയുടെ അടുത്തേക്ക് നടക്കുന്നു. നമ്മുടെ നായകനോട് നീ തിരിഞ്ഞു നിൽക്കൂ. അവൾ ആ ഭിത്തിയിൽ നിന്ന് ഒരു ലോക്കർ തുറക്കുന്നു. അതിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് അൽഫോൺസയ്ക്ക് കൊടുക്കുന്നു. നഗീബിനോട് പറയണം നല്ല സ്റ്റഫാണെങ്കിൽ ചീഫ് റാണയ്ക്ക് കുറച്ചുകൂടി വേണം എന്ന്. പോകാൻ നേരം അവനോട് അവൾ പറയുകയാണ്, VIP-കൾക്ക് വേണ്ടിയിട്ടാണ്, നല്ല സ്റ്റഫ് തന്നെ എടുക്കണം എന്ന്. അൽഫോൺസ പുറത്തേക്ക് പോകുമ്പോൾ നായകൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. നിനക്ക് എന്താ വേണ്ടതെന്ന് അൽഫോൺസ ചോദിക്കുന്നു. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്ന് ബോബി അവനോട് പറയുകയാണ്. നിന്നെ കൊണ്ട് എനിക്കൊരു ഹെൽപ്പും വേണ്ട, നിനക്ക് എന്നെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്ന് അൽഫോൺസ ചോദിക്കുന്നു. നിനക്ക് കുറച്ച് ക്യാഷ് അല്ലേ വേണ്ടുന്നത്,
അത് ഞാൻ തരാം. അൽഫോൺസയ്ക്ക് ബോബി അത്ര വിശ്വാസമാവുന്നില്ല. എങ്ങനെയെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. നമ്മുടെ നായകൻ ഒരു തുണ്ടു പേപ്പറിൽ ഒരു സ്ഥലത്തിൻ്റെ പേരെഴുതിയിട്ട് നീ രാത്രിയിൽ ഇങ്ങോട്ടേക്ക് വരണം, എന്നിട്ട് ഗാൻ്റെ പേരിൽ ബെറ്റ് വെക്കണം എന്ന് പറയുന്നു. നിനക്കെങ്ങനെ അതറിയാം എന്ന് അൽഫോൺസ ചോദിക്കുന്നു. അവനോട് ഫൈറ്റ് ചെയ്യുന്നത് ഞാനാണ്. ബോബി പറയുകയാണ്, മങ്കി ആദ്യത്തെ 2 റൗണ്ടിൽ ജയിക്കും, പക്ഷെ 3ാമത്തെ റൗണ്ടിൽ താഴെ പോകും. പകരം നിനക്ക് എന്ത് വേണമെന്ന് അൽഫോൺസ ചോദിക്കുന്നു. എനിക്കൊരു പ്രൊമോഷൻ മതി എന്ന് പറഞ്ഞ് അവൻ്റെ തോളിൽ തട്ടി നമ്മുടെ നായകൻ പോകുന്നു. ബോബി പറഞ്ഞതുപോലെ തന്നെ അൽഫോൺസ അവിടേക്ക് എത്തുകയും ബെറ്റ് വയ്ക്കുകയും അവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ബോബിക്കൊരു പ്രൊമോഷൻ കിട്ടുന്നതാണ്. ബോബി ഇപ്പോൾ ഏകദേശം VIPകളുടെ വെയിറ്ററായി മാറിക്കഴിഞ്ഞു. അൽഫോൺസ ബോബിക്ക് ഓരോ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അവിടെ എങ്ങനെ നിൽക്കണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ. ഇവിടെ ഫുള്ള് VIPs ആണ്, അതുകൊണ്ട് കാര്യങ്ങൾ അതനുസരിച്ച് തന്നെ ചെയ്യണം എന്ന് പറയുന്നു. ബോബി ചീഫ് റാണയെക്കുറിച്ച് ചോദിക്കുന്നു. അയാൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. ചീഫ് റാണ മുകളിൽ VIP ലോഞ്ചിലാണ്, അയാൾക്കിഷ്ടം ബ്രൗൺ ഷുഗർ ആണെന്ന് അൽഫോൺസ പറയുന്നു. ബോബിയും അൽഫോൺസയും തമ്മിൽ ഏകദേശം നല്ല കമ്പനിയായി കഴിഞ്ഞിരുന്നു. അൽഫോൺസ അവനെയും കൊണ്ട് ഒരു കാർ കൊണ്ട് കാണിക്കുന്നു. ഇവൾ സുന്ദരി അല്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ ഇവളെ നിക്കി എന്നാണ് വിളിക്കുന്നതെന്ന് പറയുന്നു. പിന്നീടാണ് ഒരു ഓട്ടോറിക്ഷ മോഡൽ വണ്ടി കാണിക്കുന്നത്. അവർ അതിൽ കയറി ഹൈ സ്പീഡിൽ നഗരത്തിലൂടെയൊക്കെ പോവുകയാണ്. വണ്ടിയുടെ സ്പീഡ് കാണിക്കാൻ വേണ്ടി കുറച്ച് കോമഡി രംഗങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം ആ ഹോട്ടലിൽ ഒരു ഗസ്റ്റും നീല എന്ന പെൺകുട്ടിയും ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബോബി അവർക്ക് റെഡ് വൈൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, നീ വൈറ്റ് വൈൻ്റെ ഗ്ലാസ്സിലാണോ റെഡ് വൈൻ ഒഴിക്കുന്നത്? ഇവനൊക്കെ എവിടുന്ന് വരുന്നു എന്ന രീതിയിൽ അവനോട് ഉടക്കാൻ നേരം നീല എന്ന പെൺകുട്ടി അവൻ്റെ ശ്രദ്ധ തിരിക്കുന്നു. അതിനുശേഷം അവൻ്റെ ഓർമ്മയിലേക്ക് അവൻ്റെ ഗ്രാമവും അവൻ്റെ അമ്മയും ഒക്കെ വരുന്നുണ്ട്. റാണയും കുറച്ച് പോലീസുകാരും അവരുടെ ഗ്രാമം ഒഴിപ്പിക്കാൻ വേണ്ടി വരുന്നു. ഇത് വിശുദ്ധ സ്ഥലമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും പോകണമെന്ന് പറയുന്നു. എന്നാൽ ആ ഗ്രാമത്തിലുള്ളവർ പറയുകയാണ്, ഇത് ഞങ്ങളുടെ പൂർവികന്മാരുടെ സ്ഥലമാണ്, ഞങ്ങൾ ഇവിടം വിട്ടു പോകില്ല എന്ന്. പിന്നീട് ആ ഗ്രാമത്തിലുള്ളവരെല്ലാം റാണയും പോലീസുകാരും ആക്രമിക്കുന്നത് അവൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. ആ ടെൻഷനിൽ അവൻ നടന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്നു. അവൻ അവിടെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു നായ അവൻ്റെ അടുത്തേക്ക് വരുന്നു. നീ എങ്ങനെയാണ് അകത്തേക്ക് വന്നതെന്ന് അവൻ ചോദിക്കുന്നു. അതിനുശേഷം അവൻ ആ വേസ്റ്റ് ബിന്നിൽ കിടന്ന കുറച്ച് ഫുഡ് അതിന് കൊടുക്കുന്നു. നിനക്ക് അത് ഇഷ്ടപ്പെട്ടോ എന്ന് അവൻ നായയോട് ചോദിക്കുമ്പോൾ തീർച്ചയായും അവനത് ഇഷ്ടപ്പെടും. പ്ലേറ്റിന് 4000 രൂപ വിലയാണ് എന്ന് അവൻ നേരത്തെ കണ്ട നീല എന്ന പെൺകുട്ടി പറയുന്നു. അവൾ അവനെ ഉപദേശിക്കുകയാണ്, നിനക്ക് നേരത്തെ പറ്റിയ അബദ്ധം പോലെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. പിന്നീട് നീ ഈ നായയെ ഊട്ടുന്നത് നിർത്താൻ പറയുന്നു. കാര്യം അത് ഇനിയും ഒരുപാട് പ്രതീക്ഷിച്ച് വീണ്ടും വരും എന്ന് പറയുന്നു. അവൾ അവിടെ നിന്നും പോകുന്നു. നായകൻ പിന്നീട് പോയി അവൻ്റെ റിവോൾവർ എടുത്ത് ഒരു ഭിത്തിയിൽ പോയി വെടിവെച്ച് പ്രാക്ടീസ് ചെയ്യുകയാണ്. തിരിച്ച് ആ ഹോട്ടലിലേക്ക് അവൻ കയറുമ്പോൾ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൻ നായയ്ക്ക് ഫുഡ് കൊടുക്കുന്ന സീനുകളൊക്കെ കാണിക്കുന്നു. പിന്നീട് അതുപോലെ തന്നെ വീണ്ടും റിവോൾവർ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നീട് അവൻ ആ നായയെ ട്രെയിൻ ചെയ്യുകയാണ്, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അതിനുശേഷം അവൻ ആ ഹോട്ടലിലെ TV-യിൽ ബാബാശക്തിയെക്കുറിച്ചൊരു വാർത്ത കാണുന്നു. ബാബാശക്തി ഭൂമി തർക്കത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തിയെന്നും അക്രമം ഒരിക്കലും ഒരു പരിഹാരമല്ലെന്ന് പ്രസ്താവിച്ചു എന്നാണ് ആ വാർത്ത. അതുപോലെ തന്നെ വേറൊരു വാർത്തയും കാണിക്കുന്നുണ്ട്. യദാനയിലെ വടക്കൻ ജില്ലയിലെ ട്രാൻസ്ജെൻഡർ സമൂഹം ഉദ്യോഗസ്ഥരാൽ ആക്രമിക്കപ്പെടുന്നത് ചിത്രീകരിച്ചു എന്നാണ്. പോലീസ് ചീഫ് റാണ സിംഗ് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നും പറയുന്നുണ്ട്. റാണ സിംഗിനെ TV-യിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവൻ കിങ് കോബ്രയുമായി ഫൈറ്റ് ചെയ്യുന്നതും വീണ്ടും തോൽക്കുന്നതും കാണിക്കുന്നു. അപ്പോൾ ആ മാനേജർ വന്ന് വീണ്ടും അവനെ കളിയാക്കുകയാണ്. നീ ഒരു കുരങ്ങനല്ല, ഒരു ചിമ്പാൻസിയാണ് ആവേണ്ടതെന്നൊക്കെ പറയുന്നു. പിന്നീട് നമ്മുടെ നായകൻ വീണ്ടും റിവോൾവർ എടുത്ത് പ്രാക്ടീസ് ചെയ്യുകയാണ്. ദേഷ്യവും അരിശവും സങ്കടവുമെല്ലാം അവൻ്റെ മുഖത്തുണ്ട്. അതിനുശേഷം അവൻ ആ ഹോട്ടലിലേക്ക് തിരിച്ചു വരികയും എൻട്രൻസിൽ അവനെ ചെക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവൻ അവിടെ നിന്നും ആ ഹോട്ടലിൻ്റെ അടുക്കളയുടെ ബാക്ക് ഭാഗത്തേക്ക് പോകുന്നു. ട്രെയിൻ ചെയ്ത നായ അവൻ്റെ കൈകളിലേക്ക് ആ റിവോൾവറുമായി ഓടിയെത്തുന്നു. അതിൻ്റെ കഴുത്തിൽ ആ റിവോൾവർ അവൻ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അൽഫോൺസയുടെ അടുത്തേക്ക് അവൻ ചെല്ലുന്നു. അൽഫോൺസ അന്ന് അവിടെ നടക്കുന്ന പാർട്ടിക്ക് വേണ്ടി ലഹരി നിറയ്ക്കുകയാണ്. നീ എവിടെ പോയി കിടക്കുകയായിരുന്നൊക്കെ ബോബിയോട് അൽഫോൺസ ചൂടാകുന്നു. ആ പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് ചെല്ലുന്നു. നീ ആവശ്യത്തിന് സാധനം എല്ലാവരിലേക്കും എത്തിക്കാൻ ബോബിയോട് അൽഫോൺസോ പറയുന്നു. അവൻ ആ ലഹരികൾ ഓരോരുത്തർക്കായി സർവ് ചെയ്യുന്നു. ബോബി പാർട്ടിക്കിടയിൽ ചീഫ് റാണയെ കാണുകയും പെട്ടെന്ന് വാഷ്റൂമിലേക്ക് പോവുകയും ചെയ്യുന്നു. പഴയ പല ഓർമ്മകളും അവൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരുന്നു. അവൻ അവിടെ നിന്നും ഒരു ബ്ലീച്ചിൻ്റെ ബോട്ടിൽ എടുക്കുന്നു. ആ ബ്ലീച്ചിൻ്റെ ബോട്ടിൽ നിന്നും കുറച്ച് ബ്ലീച്ച് എടുത്ത് മാറ്റുന്നു. ഈ സമയം അൽഫോൺസയെ വളരെ മോശമായ രീതിയിൽ റാണ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബോബി ആ ബ്ലീച്ച് കൊണ്ടുവന്ന് റാണയ്ക്ക് നൽകുന്നു. നീല അവൻ്റെ കയ്യിലുള്ള ആ റിവോൾവർ കാണുകയും ചെയ്യുന്നുണ്ട്. ബ്ലീച്ച് ഉപയോഗിച്ച റാണയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നുകയും അയാൾ വാഷ്റൂമിലേക്ക് പോവുകയും ചെയ്യുന്നു. അയാളുടെ മൂക്കിൽ നിന്ന് നല്ല രീതിയിൽ രക്തം വരുന്നുണ്ട്. ഈ സമയം ബോബി വാഷ്റൂമിലേക്ക് കടന്നു വന്ന് ഡോർ ലോക്ക് ചെയ്യുന്നു. ബോബി റാണയുടെ അടുത്ത് വന്ന് നിൽക്കുന്നു.
റാണ അവനോട് നീ എന്തു നോക്കി നിൽക്കുകയാണ്, മര്യാദയ്ക്ക് ടവൽ എടുക്കടാ എന്ന് പറയുന്നു. ബോബി ദേഷ്യത്തോടെ അവന് നേരെ റിവോൾവർ ചൂണ്ടുന്നു. റാണയ്ക്ക് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് എന്ന് ബോബി റാണയോട് പറയുമ്പോൾ ആ വാഷ്റൂമിൽ നിന്ന് വേറൊരാൾ ഇറങ്ങി വരികയും ബോബിയുടെ ശ്രദ്ധ തിരികെയും റാണ ബോബിയെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് അവർ മൂന്നുപേരും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കുന്നു. സൗണ്ട് കേട്ട് പാർട്ടിക്ക് വന്നവരെല്ലാം പേടിച്ച് ഇറങ്ങി ഓടുന്നു. ഗാർഡുകൾ വന്ന് റൂം തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. റാണയും ബോബിയും തമ്മിൽ അതിഭയങ്കരമായ ഫൈറ്റ് നടക്കുന്നു. എല്ലാവരും ലിഫ്റ്റ് വഴി താഴേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. റാണയുടെ സംഘത്തിലുള്ള ഒരാളെ ബോബി കൊല്ലുന്നു. അതിനുശേഷം അവൻ അവിടെ നിന്നൊരു ഫിഷ് ടാങ്ക് പൊട്ടിച്ച് പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പോഴത്തേക്കും റാണയുടെ ബാക്കി കൂട്ടാളികൾ ആ റൂമിലേക്ക് എത്തുന്നു. അവൻ ഒരു ചില്ല് പൊട്ടിച്ച് പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുന്നു, പക്ഷേ നടക്കുന്നില്ല. പിന്നീട് അവൻ അവിടെ നിന്ന് ഒരു സിലിണ്ടർ എടുത്ത് റാണയുടെ കൂട്ടാളികളെ ആക്രമിച്ച് വെളിയിലേക്ക് പോകുന്നു. അവൻ ഓടി രക്ഷപ്പെട്ട് കാർ പാർക്കിംഗ് ഏരിയയിലെത്തുന്നു. അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വഴി നോക്കുന്നുണ്ട്. അവസാനം നമ്മുടെ അൽഫോൺസയുടെ ഓട്ടോ എടുത്ത് അവൻ രക്ഷപ്പെടുന്നു. ഈ സമയം ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അൽഫോൺസ ബോബിയെ വിളിക്കുന്നു. ബോബി അൽഫോൺസയോട് വന്ന് ഓടിക്കയറാൻ പറയുന്നു. അവർ രണ്ടുപേരും ആ ഓട്ടോയിൽ കയറി അതിവേഗത്തിൽ രക്ഷപ്പെടുന്നു. അൽഫോൺസ അവനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഇത്രയും വണ്ടി ഉണ്ടായിട്ട് നീ എന്തിനാണ് എൻ്റെ വണ്ടി എടുത്തതെന്ന്. പിന്നീട് പോലീസ് അവരെ ചേസ് ചെയ്യുകയാണ്. ഭയങ്കരമായ ഒരു ചേസിങ് സീനാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹെലികോപ്റ്ററും പോലീസും എല്ലാം അവരുടെ വണ്ടിയെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പല വഴികളിലൂടെ വണ്ടി ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവസാനം ഒരു പോലീസ് വണ്ടി വന്ന് അവരെ തട്ടി വീഴ്ത്തുന്നു. ബോബിയുടെ ബോധം ഏകദേശം പോകുന്നു. അവർ ബോബിയെ അറസ്റ്റ് ചെയ്ത് ഒരു പോലീസ് വാനിൽ കൊണ്ടുപോകുന്നു. പോലീസുകാർ തമ്മിൽ പറയുകയാണ്, എന്തായാലും ബോസ് ഇവനെ വെറുതെ വിടില്ല എന്ന്. ബോബി പെട്ടെന്ന് തന്നെ ആ പോലീസുകാരെല്ലാം ആക്രമിക്കുന്നു. അവരെ കീഴ്പ്പെടുത്തി ആ പോലീസ് വാനിൻ്റെ ഡോർ തുറന്നു മറ്റൊരു വണ്ടിയിലേക്ക് ചാടി രക്ഷപ്പെടുന്നു. അവൻ്റെ കയ്യിൽ ആ വിലങ്ങുണ്ട്. അവൻ അവിടെ നിന്നും ഒരു ഹോട്ടൽ വഴിയൊക്കെ കയറി പല സ്ഥലത്തൂടെ കയറി രക്ഷപ്പെടുന്നു. അവൻ അവസാനം ഓടി ഒരു വേശ്യാലയത്തിൽ എത്തുന്നു. അവൻ അവിടെ വന്നത് അതിൻ്റെ നടത്തിപ്പുകാരനായ അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർ തമ്മിൽ പിന്നീടൊരു ഫൈറ്റ് സീനാണ് കാണിക്കുന്നത്. അവനെയും ബോബി ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോൾ പോലീസുകാർ വന്ന് അവനെ ഷൂട്ട് ചെയ്യുന്നു. അവൻ അവിടെ നിന്നും ഇറങ്ങി ഓടി അവിടെയുള്ള വീടുകളുടെ ഷീറ്റിൻ്റെ മുകളിലൂടെ ഓടുകയാണ്. അപ്പോൾ ഹെലികോപ്റ്ററിൽ നിന്നും അവന് ഒരു ലാസ്റ്റ് വാർണിംഗ് വരുന്നുണ്ട്. അവൻ നിൽക്കാൻ കൂട്ടാക്കുന്നില്ല. അവർ അവനെ ഷൂട്ട് ചെയ്യുന്നു. വെടികൊണ്ട ബോബി അവിടെ നിന്നും താഴേക്ക് ഒരു നദി പോലെയുള്ള അഴുക്കുചാലിലേക്ക് വീഴുന്നു. മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ വീണ്ടും പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ എപ്പോഴോ ബോധം വീഴുമ്പോൾ അവൻ്റെ ചുറ്റിലും കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവനെ ട്രീറ്റ് ചെയ്യുന്നതുമൊക്കെ അവൻ അറിയാൻ കഴിയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവൻ്റെ അമ്മയുടെ ഓർമ്മകളും അവനിലേക്ക് എത്തുന്നു. ആ ട്രാൻസ്ജെൻഡേഴ്സിൽ ഒരാൾ പറയുന്നു, നീ ഓക്കെയാണ്, നിനക്കൊന്നുമില്ല എന്നൊക്കെ. പിന്നീട് അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവന് വെടികൊണ്ട ഭാഗമൊക്കെ അവൻ പരിശോധിക്കുന്നു. മുറിവ് ഏകദേശം ഉണങ്ങാറായിരിക്കുന്നു. അപ്പോൾ അടുത്തു നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, നീ അങ്ങനെ ഉണർന്നിരിക്കുന്നു എന്ന്. ബോബി അവരോട് നീ ആരാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ ഞാൻ ആൽഫയാണ്, ഈ അമ്പലത്തിൻ്റെ നോട്ടക്കാരിയാണ് എന്ന് പറയുന്നു. അവർ എന്നിട്ട് അവിടെ ഇരുന്ന വിഗ്രഹത്തെ നോക്കി പറയുകയാണ്, ഇത് അർദ്ധനാരീശ്വരനാണ്, പകുതി ശിവനും പകുതി പാർവതിയും. മറ്റുള്ളവർക്ക് ഒരു വിചിത്രമായി തോന്നാം, പക്ഷേ ഞങ്ങൾ ഹിജടകൾക്ക് ഇത് മനസ്സിലാകും എന്ന് അവർ പറയുന്നു. നിങ്ങൾ എന്തിനാണ് എന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് ചോദിക്കുന്നു. പരിക്ക് മൂലം നീ ചിലപ്പോൾ മരണപ്പെട്ടു പോയനെ, നിനക്ക് വേണ്ടി ദൈവം എന്തോ കരുതി വെച്ചിട്ടുണ്ട് എന്ന് ആൽഫ പറയുന്നു. അപ്പോൾ ബോബി എനിക്ക് ഇവിടെ നിന്നും പോകണം എന്ന് പറയുന്നു. നീ ഇപ്പോൾ പുറത്തു പോകരുത്, ഈ ടൗൺ മുഴുവൻ പോലീസ് നിന്നെ തിരയുന്നുണ്ട്, പക്ഷെ അവർ ഇവിടെ നിന്നെ തിരയാൻ വേണ്ടി വരില്ല എന്ന് പറയുന്നു. പോലീസ് നിന്നെ ഇവിടെ അന്വേഷിക്കില്ല, കാരണം അവർ ഞങ്ങളെ കാണുന്നത് സ്ഥിരതയില്ലാത്തവരായിട്ടാണ്. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കാൻ പറയുന്നു. നിന്റെ പരിക്ക് ഭേദമാകുമ്പോൾ നിനക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് ആൽഫ അവനോട് പറയുന്നു. പിന്നീട് ബാബാശക്തിയെ കാണിക്കുകയാണ്. ശക്തി ശക്തി എന്ന് ആൾക്കാർ ബാബയെ നോക്കി എറി വിളിക്കുകയാണ്. ബാബയെ കാണാൻ വേണ്ടി റാണ സിംഗ് എത്തുന്നു. ബാബ അവനോട് അന്ന് വന്നത് ആരാണെന്ന് ചോദിക്കുന്നു. അവൻ ആരുമല്ല, ഓടയിൽ നിന്ന് വന്ന വെറും ഒരു പയ്യൻ മാത്രമാണെന്ന് റാണ മറുപടി പറയുന്നു. അപ്പോൾ ബാബാശക്തി പറയുകയാണ്, ഒരിക്കൽ ആളുകൾ എന്നെക്കുറിച്ച് പറഞ്ഞതും ഇങ്ങനെയാണ്. നിന്റെ കാര്യം തന്നെ നോക്ക്, നീ ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ സിംഹമാണ്. അവൻ അവൻ്റെ അമ്മയെക്കുറിച്ച് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അവനെ സൂക്ഷിക്കണം. അപ്പോൾ റാണ പറയുകയാണ്, അവൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. അവനെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ ഇല്ലാതാക്കണം എന്ന് ബാബാശക്തി റാണയോട് പറയുന്നു. പിന്നീട് അൽഫോൺസ ടിവിയിൽ വന്ന ഒരു വാർത്ത കേൾക്കുകയാണ്. അന്ന് ആ ഹോട്ടലിലെ നാശത്തിൻ്റെ തുടക്കത്തിന് കാരണം ആ ഹോട്ടലിലെ ജീവനക്കാരിൽ ഒരാൾ തീവ്രവാദിയായിട്ടുണ്ടായിരുന്നു. അയാൾ റാണ സിംഗിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ്.
ആ തീവ്രവാദിക്കും കൂട്ടാളികൾക്കും വേണ്ടി പോലീസ് അന്വേഷണം നടക്കുന്നു എന്നും പറയുന്നു. ആ വാർത്തയിൽ അൽഫോൺസയും കാണിക്കുന്നുണ്ട്. ബോബി ആ ട്രാൻസ്ജെൻഡേഴ്സിനൊപ്പം പോയിരിക്കുന്നു. അവർ ആഹാരമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു തബല വായിച്ചുകൊണ്ടൊരു മാസ്റ്റർ ഒരു കഥ പറയുന്നുണ്ട്. അത് കേട്ട് ആളുകൾ ചിരിക്കുകയും എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. രാത്രി ഉറങ്ങാതിരുന്ന ബോബിയോട് ആൽഫ വന്ന് ചോദിക്കുകയാണ്, നിനക്ക് ഇപ്പോഴും ഉറങ്ങാൻ പറ്റുന്നില്ലേ എന്ന്. ഇല്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ്റെ അമ്മയുടെ അലർച്ച അവൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന് പറയുന്നു. ആൽഫ അവനെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ആൽഫ അവനോട് പറയുകയാണ്, നിന്നെപ്പോലെയായിരുന്നു ഞാൻ ഒരിക്കൽ, തകർന്നുപോയ ഒരു മനുഷ്യനായിരുന്നു. അതിനുശേഷം അവർ അവിടെയുള്ള ഒരു മരത്തിൻ്റെ വേരെടുക്കുന്നു. ഈ വേരിൽ കുടിയ വിഷം ഉണ്ട് എന്ന് പറയുന്നു. തൃശൂലം എന്നാണ് ഞങ്ങൾ ഇതിനെ പറയാറ്. ദുർബലനായ ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. ശക്തനായ ഒരാൾക്ക് മാത്രമേ ഇതിനെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. നീ അതിന് തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. ബോബി അതെ എന്ന് പറയുന്നു. അവർ അത് റെഡിയാക്കി അവന് നൽകുന്നു. അവൻ്റെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ എത്തുന്നു. ബോബിയും അമ്മയും അവിടുത്തെ നാട്ടുകാരും ഒരു പാവനാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റാണ സിംഗും പോലീസുകാരും അവിടെ തന്നെയുണ്ട്. അപ്പോൾ റാണ സിംഗിന് ഒരു ഫോൺ കോൾ വരുന്നു. ബാബാ ശക്തി അവനോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ഹിതം നടക്കട്ടെ, നന്നായി വരട്ടെ എന്ന്. അപ്പോൾ ഗ്രാമീണരിൽ ഒരാൾ വന്ന് പറയുകയാണ്, വേഗം എഴുന്നേൽക്കൂ, പോലീസ് വന്നിട്ടുണ്ട്. അതിനുശേഷം വെടിവെപ്പും തീവെപ്പുമായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. കൊച്ചു ബോബി എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പോൾ അവൻ്റെ അമ്മ അവനെ എടുത്തുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. നീ മുകളിൽ പോയി ഒളിച്ചിരിക്കണം, ഞാൻ പറയാതെ താഴേക്ക് വരല് എന്ന് പറയുന്നു. ഒരു ശബ്ദവും കേൾക്കാതെ സേഫായിട്ടിരിക്കാൻ പറയുന്നു. അവൻ മുകളിൽ ഇരിക്കുമ്പോൾ റാണ സിംഗ് അവിടേക്ക് വരികയും അവൻ്റെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി വെച്ച് റാണ സിംഗിൻ്റെ ചെവിയിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു. ഇതിൽ ദേഷ്യം വന്ന റാണ സിംഗ് അവരെ ചവിട്ടി വീഴ്ത്തുകയും അവൻ്റെ ബെൽറ്റ് കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയും കഴുത്തിൽ ഞെക്കിപ്പിടിക്കുകയുമൊക്കെ ചെയ്തു. ഇതെല്ലാം കുഞ്ഞു ബോബി തട്ടിൻ്റെ മുകളിൽ നിന്ന് നോക്കി കാണുന്നുണ്ടായിരുന്നു. റാണ സിംഗ് കൂടെ വന്ന പോലീസുകാരനോട് രാകേഷ് കത്തിച്ചേക്കാൻ പറയുന്നു. അങ്ങനെ ആ പോലീസുകാരൻ അവൻ്റെ അമ്മയുടെ ബോഡി കത്തിക്കുന്നു. ആ സമയം അവൻ ഇറങ്ങി വന്ന് അവൻ്റെ അമ്മയെ രക്ഷിക്കാൻ നോക്കുമ്പോൾ അവൻ്റെ കൈയും പൊള്ളുന്നു. അങ്ങനെയാണ് അവൻ്റെ കയ്യിൽ ആ പാടുണ്ടാകുന്നത്. അവൻ ഇക്കാര്യമെല്ലാം ആൽഫയോട് പറയുന്നത്. അപ്പോൾ ആൽഫ പറഞ്ഞത്, ഈ കൈകൾ ഒരു യോദ്ധാവിൻ്റേതാണ്. നിന്റെ ജീവിതം മുഴുവൻ നീ പൊരുതിയത് വേദന അനുഭവിക്കാൻ വേണ്ടിയാണ്. ഇനി നീ ഒരു ലക്ഷ്യത്തിനായി പോരാടണം. നീ ആരാണെന്ന് തിരിച്ചറിയാനുള്ള സമയമാണിതെന്ന് ആൽഫ അവനോട് പറയുന്നു. അവിടെ നിന്നും പിറ്റേന്ന് മുതൽ ബോബി ഫൈറ്റിങ്ങിൻ്റെ പ്രാക്ടീസ് ആരംഭിക്കുകയാണ്. അവൻ കഠിനമായി പരിശീലനത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം ബോബി ഒരു വാർത്ത കാണുകയാണ്. ആദേശ് ജോഷിയുടെ വിഭജനപരമായ പരാമർശങ്ങളെ തുടർന്ന് രാജ്യത്തുടനീളം വർഗീയ ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ ലോക നേതാക്കൾ അപലപിച്ചിട്ടുണ്ടെങ്കിലും വോട്ടെടുപ്പിൽ സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത് കണ്ട് അവർ വിമർശനത്തിൽ നിന്നും പിന്മാറി എന്നാണ് പറയുന്നത്. ബോബി തൻ്റെ പരിശീലനം വീണ്ടും നടത്തുകയാണ്. യഥായാനയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ബാബാ ശക്തി വരുന്നു. ബാബാ ശക്തി സോവറൻ പാർട്ടിയിലേക്ക് കയറിയിരിക്കുന്നു. അദ്ദേഹം അവരോട് പറയുകയാണ്, ഞാൻ ഒന്നും സ്വീകരിച്ചതല്ല, നിങ്ങളാണ് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. ബോബിയും ആൾക്കൂട്ടത്തിനിടയിൽ തന്നെയുണ്ട്. ദൈവത്തിൻ്റെ മറ്റ് ആളുകളെ കൂടി നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് അയാൾ പറയുന്നു. രാജ്യം മുഴുവൻ നമ്മളുടെ ശബ്ദം കേൾക്കാൻ അനുവദിക്കൂ എന്ന് അയാൾ അണികളോട് പറയുന്നു. ന്യൂനപക്ഷങ്ങളോടുള്ള അക്രമങ്ങളെല്ലാം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് കലാപങ്ങളും. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഈ സിനിമ ബാൻ ചെയ്തത്. പിന്നീട് ഒരു ദിവസം ബോബി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം ലക്ഷ്മി എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. ബോബി അവിടേക്ക് കടന്നു ചെല്ലുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നോക്കുന്നു. എല്ലാവരും കൂടി ലക്ഷ്മി എഴുന്നേൽക്ക് എന്ന് പറയുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു. അവർ വന്ന് നോട്ടീസ് പതിച്ചു. ലക്ഷ്മി അത് കീറിക്കളയാൻ നോക്കി. ആരാണ് എന്ന് ചോദിക്കുന്നു. ബാബാ ശക്തിയുടെ ആളുകളാണ്, അവർ ശക്തരാണ്, നമുക്ക് പൈസയില്ല അവരെ എതിർക്കാൻ എന്ന് അവിടെ കൂടിയിരുന്നവർ തമ്മിൽ പറയുന്നു. അവർ നമ്മളെ ഇനിയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കും എന്ന് പറയുന്നു. ദൈവം ഒരു വഴി കണ്ടെത്തും എന്ന് ആൽഫ പറയുന്നു. ബോബി അവിടെ കിടന്ന കുറച്ച് കാശുമെടുത്ത് പുറത്തേക്ക് പോകുന്നു. ഈ സമയം അൽഫോൺസ നഗരത്തിലൂടെ പേടിച്ച് ഓടുകയാണ്. അവൻ ഒരു പോസ്റ്റർ കാണുന്നു. മങ്കി മാൻ്റെ ഫൈറ്റിംഗ് ആണ്. അവൻ അവിടേക്ക് ചെല്ലുന്നു. നമ്മൾ സിനിമയുടെ ആദ്യം കണ്ട ലക്കി എന്ന പയ്യൻ മങ്കിക്ക് വേണ്ടി ബെറ്റ് വെക്കുന്നു കുറച്ച് കാശ് കൊണ്ടുവന്ന്. അതിനുശേഷം ആ ഫൈറ്റ് ക്ലബിലെ മാനേജർ വന്ന് കിങ് കോബ്രയും മങ്കിയുമായിട്ടുള്ള ഫൈറ്റിനെ കുറിച്ച് പുകഴ്ത്തി പറയും. കിങ് കോബ്രയെ അയാൾ പൊക്കി പറയുകയാണ്. ആളുകളെല്ലാം കിങ് കോബ്രയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. ഫൈറ്റ് തുടങ്ങുന്നു. ആളുകൾ കിങ് കോബ്രയ്ക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ബെറ്റ് വെച്ചതെന്ന് തോന്നുന്നു.
ആളുകൾ കിങ് കോബ്രയ്ക്ക് വേണ്ടി ജയ് വിളിക്കുകയാണ്. ആദ്യത്തെ ഷോട്ടിൽ തന്നെ കിങ് കോബ്രയെ മങ്കി വീഴ്ത്തുന്നു. മാനേജർ വന്ന് കോബ്ര എഴുന്നേൽക്കെന്ന് പറയുന്നു. മങ്കിയോട് നീ അവനെ എങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിക്കൂ എന്ന് പറയുന്നു. മാനേജർ ആകെ ടെൻഷനിലാണ്. അയാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മങ്കി കോബ്രയെ തോൽപ്പിച്ചത് ഭാഗ്യത്തിന് കിട്ടിയ കിക്കായിരുന്നു എന്നൊക്കെ അവൻ ആളുകളെ സമാധാനിപ്പിക്കുന്നു. ആ ജന്തുവിനെ കൊല്ലുക എന്ന് ആളുകൾ വിളിച്ചു പോവുകയാണ്, അതായത് മങ്കിയെ. അതിനുശേഷം അടുത്ത ഫൈറ്റർ വരുന്നു. മാനേജർ വന്ന് അവനോട് പറയുകയാണ് അവനെ കൊന്നു കളഞ്ഞേക്കാൻ. മങ്കിയും പുതിയ ഫൈറ്റർ ബാലുക്കരണി എന്നാണ് ആ ഫൈറ്ററിൻ്റെ പേര്. അവർ തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്. ആദ്യം മങ്കിക്ക് വളരെ പ്രയാസം തോന്നിയെങ്കിലും പിന്നീട് വളരെ നിഷ്പ്രയാസം തന്നെ മങ്കി അവനെയും തോൽപ്പിക്കുന്നു. ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവന് നേരെ ഒരു കമ്പിവടി കൊടുക്കുന്നു. ആ ജന്തുവിനെ കൊല്ലാൻ പറയുന്നു. പക്ഷേ മങ്കിക്കത് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ആളുകൾ മങ്കിക്കൊപ്പമാകുന്നു. ജയ് മങ്കിമാൻ, ജയ് ബജ്രംഗ് ബലി എന്ന് ആളുകൾ വിളിച്ചു പോകുന്നു. മങ്കിക്ക് വേണ്ടി ആരാധകർ എല്ലാം കൂടുന്നു. ആളുകൾ മങ്കിക്കൊപ്പമാകുന്നു. മാനേജറിനത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബെറ്റ് വെച്ച ഇരട്ടി പൈസ ലക്കിക്ക് കിട്ടുന്നു. അവൻ ആ ക്യാഷും കൊണ്ട് പോകുന്നു. പിന്നീട് കാണുന്നത് ആൽഫയുടെ അടുത്തേക്ക് ഒരു ബാഗ് എത്തുന്നു. അതിൽ നിറയെ ക്യാഷുമുണ്ട്. അവർക്ക് മനസ്സിലാകുന്നു ഇത് ബോബി അയച്ച ക്യാഷാണെന്നോ. അതിൽ ഒരു കുറിപ്പുമുണ്ടായിരുന്നു, നീ ആരാണെന്ന് തിരിച്ചറിയാനുള്ള സമയമാണിതെന്ന്. സോവറിൻ പാർട്ടിയുടെ വിജയത്തിന് ശേഷം ബാബാശക്തി ആ ഹോട്ടലിലേക്ക് ഹെലികോപ്റ്ററിൽ വരുന്നു. ആളുകൾ ബാബാശക്തിക്ക് വേണ്ടി അലറി വിളിക്കുകയാണ്. ബാബാശക്തി ആ ഹോട്ടലിലേക്ക് എത്തുന്നു. സോവറിൻ പാർട്ടിയുടെ വിജയം അവർ ആഘോഷിക്കുകയാണ്. റാണ സിംഗും ബാബാശക്തിയും എല്ലാവരും അവിടെയുണ്ട്. ബോബി തൻ്റെ റിയൽ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി ആ ഹോട്ടലിലേക്ക് എത്തുന്നു. അവിടെ നിന്ന ആൾക്കാരെ ഫൈറ്റ് ചെയ്തു വീഴ്ത്തുന്നു. അതിനുശേഷം അവൻ ആ ഹോട്ടലിലേക്ക് കയറുന്നു. പിന്നീട് അങ്ങോട്ട് വളരെ നല്ലൊരു ഫൈറ്റാണ്. സമയം കാർ പാർക്കിങ്ങിലേക്ക് ആൽഫയും ആളുകളും ഓടി വരുന്നു. അവിടെ നിന്ന ഗാർഡുകളെ അവർ അടിച്ചു വീഴ്ത്തുന്നു. ബോബി പിന്നീട് ഡയറക്റ്റ് കിച്ചണിലേക്ക് എത്തുകയും അവിടെ നിൽക്കുന്ന ഗാർഡുകളുമായി ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അവരെയെല്ലാം അവൻ കീഴ്പ്പെടുത്തുന്നു. അതിനുശേഷം ഒരു ഗ്യാസ് സിലിണ്ടർ ഓണാക്കി തീയും കത്തിച്ച് അവിടെ ഇരുന്നൊരു കത്തിയും എടുത്ത് അവൻ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ലിഫ്റ്റിന് മുന്നിൽ നിന്ന ഗാർഡുമായി ഫൈറ്റ് ചെയ്യുകയാണ്. അവരെയും അവൻ കൊല്ലുന്നു. ഈ സമയം അവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയ ശബ്ദത്തിൽ ആ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നു. ബോബി അവരുടെ ഇടയിലേക്ക് കയറി ചെന്ന് ഒരു ചെറിയ റോക്കറ്റ് പോലുള്ളത് കത്തിച്ച് അങ്ങോട്ടേക്ക് വിടുന്നു. ആളുകൾ എല്ലാം പരക്കം പായുന്നു. ബാബാശക്തിയെ കൊണ്ട് ആളുകൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പിന്നീട് കൂടുതൽ ഗാർഡുകൾ വരികയും അവിടെ വലിയൊരു ഫൈറ്റ് നടക്കുകയും ചെയ്യുന്നു. ആ ഫൈറ്റിൽ അവനെ സഹായിക്കാൻ ആൽഫയും സംഘവും എത്തുന്നു. അവരും അവനോടൊപ്പം കൂടുന്നു. അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കീനി കപൂർ ഒരു തോക്കുമെടുത്ത് വരുന്നു. നമ്മുടെ ബോബിക്ക് നേരെ അവൾ ഷൂട്ട് ചെയ്യുന്നു. ബോബി അവളിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നു. അവൾ അവനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നില എന്ന പെൺകുട്ടി ബാക്കിൽ കൂടി വന്ന് അവളെ അടിച്ചിടുന്നു. അവരൊക്കെ അവിടുത്തെ ജീവിതത്തിൽ വളരെ മനമെടുത്ത ആൾക്കാരായിരുന്നു. ബോബി കീനി കപൂറിൻ്റെ ഒരു വിരൽ എടുത്തുകൊണ്ടുപോയി ലിഫ്റ്റ് വഴി മുകളിലേക്ക് പോകുന്നു. അവളുടെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് അവൻ അകത്തേക്ക് കയറുന്നു. അവിടെ വെച്ച് അവൻ റാണ സിംഗുമായി ഫൈറ്റ് ചെയ്യുകയാണ്. അവസാനം നീ മരത്തിൽ നിന്ന് ഇറങ്ങി അല്ലേ മങ്കി എന്ന് ചോദിക്കുന്നു. പിന്നീട് അവർ തമ്മിലുള്ള ഫൈറ്റാണ്. ബോബി റാണയെ ക്രൂരമായി മർദ്ദിക്കുന്നു. ബോബി റാണയെ തലക്കടിച്ച് വീഴ്ത്തുന്നു. അതിനുശേഷം തുടർച്ചയായി അവൻ്റെ മുഖത്ത് ക്രൂരമായി മർദ്ദിച്ച് അവനെ കൊല്ലുന്നു. അവൻ വീണ്ടും ലിഫ്റ്റ് വഴി മുകളിലേക്ക് എത്തുന്നു. ബാബാശക്തിയുടെ അടുത്തേക്കാണ് അവൻ ചെല്ലുന്നത്. ബാബാശക്തി പല കാര്യങ്ങൾ പറഞ്ഞ് അവൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ദീപാവലിയാണ്. ഇരുട്ടിനെതിരെ പ്രകാശത്തിൻ്റെ വിജയമാണ്. നമുക്ക് എന്തുകൊണ്ട് ഈ അക്രമ പരമ്പര അവസാനിച്ചുകൂടാ? കോപം നിന്റെ ആത്മാവിനെ ശാന്തമാക്കില്ല മോനെ എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അയാൾ അവനെ എങ്ങനെയെങ്കിലും മനം മാറ്റാൻ ശ്രമിക്കുകയാണ്. അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ബാബാശക്തി തൻ്റെ കയ്യിലിരുന്നൊരു ചെറിയ ആണി പോലുള്ള ആയുധം വെച്ച് അവൻ്റെ വയറിൽ ആഞ്ഞു കുത്തുന്നു. അടുത്തത് വെച്ച് കുത്താൻ വരുമ്പോൾ അവൻ്റെ കൈ വെച്ച് തടയുന്നു. അവൻ്റെ കൈ തുളച്ചു കയറുന്നു. അവൻ ബാബാശക്തിയെ കാലുകൊണ്ട് തട്ടി വീഴ്ത്തുന്നു. അതിനുശേഷം ആ ആയുധം വെച്ച് അയാളുടെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കുന്നു. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം, എന്നോട് ദയ കാണിക്കൂ, എനിക്ക് മാപ്പ് തരൂ എന്ന് ബാബാശക്തി പറയുന്നു. പക്ഷെ അതൊന്നും കേൾക്കാതെ അവൻ അയാളെ കൊല്ലുന്നു. അതിനുശേഷം അവൻ്റെ പഴയ ഓർമ്മകളും അവൻ്റെ അമ്മയുടെ സംഭാഷണങ്ങളുമെല്ലാം അവൻ്റെ ഓർമ്മയിലേക്ക് വരുന്നിടത്ത് സിനിമ അവസാനിക്കുകയാണ്. സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്